തുർക്കിക്ക് 8ൻ്റെ പണി കിട്ടി. അത് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കൂട്ടുകൂടി നിന്നിട്ട് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആണ് നമ്മുടെ ലോകത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഒരു മനുഷ്യനും ഇത് സഹിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ തുർക്കിക്ക് കിട്ടിയ പണി കിട്ടുമ്പോൾ തുർക്കിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു കേട്ടോ. കാരണം അവർ ഏതാണ്ട് 600 അവർ കൊടുത്ത 600 ഡ്രോണുകളാണ് 600ഓളം ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയച്ചത്. അവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടംമാതിരി കൊടുത്തു. അവർ പ്രതിരോധ രംഗത്ത് അവർ ഒരുപാട് കയറ്റുമതികളുമൊക്കെ നടത്തുന്ന രാജ്യമാണ്. പല പല കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവർക്ക് ഒരുപാട് കയറ്റുമതികളുണ്ട്. മെയിനായിട്ടുള്ളത് ആപ്പിളാണ്, പിന്നെ മാർബിള്, അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ മുന്തിരിയുണ്ട്, ആപ്രിക്കോട്ടുണ്ട്, അതേപോലെ തന്നെ ഈ മറ്റ് ചില ഒരുപാട് ഫ്രൂട്ട്സ് വേറെ ഒരുപാട് വരും. അപ്പോൾ ഇവർക്ക് നല്ല സാമ്പത്തിക ശക്തിയായിട്ട് അവർ മാറി ഈ കയറ്റുമതിയിലൂടെ. അപ്പം അത് മാത്രമല്ല, പിന്നെ തുണിത്തരങ്ങൾ, നല്ല തുണിത്തരങ്ങൾ, അതിന് കുറ്റമൊന്നും പറയാൻ ഒക്കത്തില്ല കേട്ടോ. ഒരുപാട് തുണിത്തരങ്ങൾ അവർ കയറ്റി അയക്കാറുണ്ട്. കാർപ്പറ്റുകൾ, വളരെ ലോകോത്തര നിലവാരത്തിലുള്ള കാർപ്പറ്റുകൾ കയറ്റി അയക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഫാഷൻ രംഗത്ത് വരുന്ന വസ്ത്രങ്ങൾ, അതായത് റെഡിമെയ്ഡ് ഐറ്റംസ്, അതുമൊക്കെ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഈ തുർക്കി എന്തുകൊണ്ട് നമുക്കെതിരായി എന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു കഥ, അത് യഥാർത്ഥത്തിൽ കഥയല്ല കേട്ടോ, നടന്ന സംഭവമാണ്. എറണാകുളത്ത് ഒരു നേതാവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ചെന്ന് പറഞ്ഞു, സാറിനെ കുറിച്ചില്ല, വേറത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവൻ വളരെ മോശമായിട്ട് പറഞ്ഞു കേട്ടോ. സാറ് മഹാ നന്ദി കെട്ടവനാണെന്നും വൃത്തികെട്ടവനാണെന്നും സാറ് ആർക്കും ഒരു സഹായം ചെയ്യാത്തവനാണെന്നും ചതിയെന്നും ഒക്കെ അവൻ പറഞ്ഞു കേട്ടോ. എനിക്കതങ്ങ് സങ്കടമായി. ഞാൻ അവനടുത്ത് അത് തിരിച്ചൊക്കെ പറഞ്ഞു അതിന്. പക്ഷെ എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നേതാവ് ഇങ്ങനെ കേട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പറഞ്ഞു അവൻ. അതിന് സാധ്യതയില്ലല്ലോ അവൻ അങ്ങനെ പറയാൻ. കാരണം ഞാൻ അവനൊരു സഹായവും ചെയ്തിട്ടില്ല. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ശരിയാണ്, ഒരു സഹായം എങ്കിലും ചെയ്താൽ മാത്രമേ ഒരുത്തൻ ഉപദ്രവിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ. ഞാൻ ആ നേതാവിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ എനിക്ക് അതിൽ രസകരമായിട്ട് തോന്നുന്നത് അതാണ്. ഈ തുർക്കിയുമായിട്ട് ഞാൻ നോക്കിയപ്പോൾ തുർക്കി എന്താണ് എതിരാവാൻ കാരണം, ഇന്ത്യക്ക് എതിരാവാൻ കാരണം എന്ന് ഞാൻ ആലോചിച്ചു. കൂടുതൽ ആലോചിക്കേണ്ടതായിട്ടൊന്നുമില്ല, എനിക്ക് കാര്യം മനസ്സിലായി. കാരണം നമ്മൾ തുർക്കി സഹായിച്ചു. തുർക്കിയിൽ ഭൂകമ്പം വന്നപ്പോൾ ആദ്യം കൊണ്ട് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രത്തോളം വലിയ ചങ്ങാതി എന്നുള്ളതാണ്. ആ ചങ്ങാതിയെ നമ്മൾ സഹായിക്കാൻ പോയതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അപ്പോൾ അവർക്ക് തോന്നി, ചതിയന്മാരല്ലേ, അവർക്ക് തോന്നി നമ്മളെ ഉപദ്രവിക്കണമെന്ന്. അതാണ് പാകിസ്ഥാൻ, ഒന്നുമില്ലാത്ത പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഡ്രോണുകൾ മുഴുവൻ. 600ഓളം ഡ്രോണുകളാണ് ഇവർ ഡംപ് ചെയ്ത ഡ്രോണുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വിട്ടത്. പക്ഷേ അതിൽ 4 5 എണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ നമ്മൾ നിർവീര്യമാക്കി നമ്മുടെ സിസ്റ്റം. അത് നമ്മുടെ അത്രയും വലിയ വളർച്ചയാണ്, നമ്മുടെ സൈനിക വളർച്ച, നമ്മുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം, അതിനെയെല്ലാം നിർവീര്യമാക്കി. പക്ഷേ 4 5 എണ്ണം നമ്മുടെ രാജ്യത്ത് വീണു. അതുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ നമുക്കുണ്ടായി. പിന്നെ ഇതിനെയൊക്കെ നമ്മൾ നിർവീര്യമാക്കിയാലും ഇതിൻ്റെ ഭാഗങ്ങൾ പൊഴിഞ്ഞ് താഴേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോൾ അതുമൂലവും അപകടങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ അപകടങ്ങൾ, എന്നാലും വൻ നാശങ്ങൾ ഉണ്ടാകുന്നില്ല. നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവന്മാരുണ്ടാക്കി. അപ്പോൾ അവരുമായിട്ടുള്ള ചങ്ങാത്തവും അടുപ്പവും ഒക്കെ നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ ജനങ്ങളും നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് നമ്മുടെ സർക്കാർ ചെയ്തത് എന്തെന്നറിയുക, ഇവരുടെ ഒരു ഏജൻസി ഉണ്ട് കേട്ടോ, സെലിബി എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിയാണ് ഇവർക്ക് വേണ്ടിയുള്ള എയർപോർട്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. നമ്മുടെ ഒരുപാട് എയർപോർട്ടുകൾ, ഡൽഹി എയർപോർട്ടിലാണ് അവരുടെ മെയിൻ ഓഫീസ്. ബാക്കിയുള്ള ഒരുപാട് എയർപോർട്ടുകളിൽ ഇത് അവരുടെ ഈ ബ്രാഞ്ചായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകളെയൊക്കെ അത് കോർഡിനേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഇമിഗ്രേഷൻ സംഗതികളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു കമ്പനിയാണ്, എയർപോർട്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. അത് ഏതായാലും നമ്മുടെ രാജ്യം അങ്ങ് നിർത്തലാക്കി. ഇനി ഇവിടെ വേണ്ട, ഈ സെലിബി എന്ന് പറയുന്ന സാധനം ഇവിടെ ആവശ്യമില്ല എന്നാക്കി. ഇപ്പം അവന്മാർ അതിന് ഡൽഹി ഹൈക്കോടതി പോയേക്കാണ് ഇത് റദ്ദാക്കിയതിനെതിരെ, ഇത് അവരുടെ സേവനം നിർത്തിവെച്ചതിനെതിരെ.
പോട്ടെ, കേസും ഒക്കെ നടത്തി, കേസും ഒക്കെ ജയിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ സർക്കാർ ചെയ്ത ഒരു കാര്യം ഇതാണ്. അടുത്തതായിട്ട് ചെയ്തത് എന്താണെന്ന് അറിയാം, നമ്മുടെ ജനങ്ങളാണ്, നമ്മുടെ സംസ്ഥാനങ്ങളാണ്. നമ്മുടെ 24 സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങൾ, അവിടുത്തെ വ്യാപാരികൾ, വൻ വ്യാപാരികളെന്ന് പറയുന്ന അവർ ഇറക്കുമതി ചെയ്യുന്ന മാർബിള്, അതുപോലെ ആപ്പിള്, പിന്നെ ഇതേപോലെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇറക്കുമതി ചെയ്യുന്ന വൻ വ്യാപാരികളാണ്. അവരുടെ ഒരു കൺസോർഷ്യം ഡൽഹിയിലുണ്ട് കേട്ടോ. ആ കൺസോർഷ്യം എന്ന് പറയുന്നത്, അതിൻ്റെ കോൺഫെഡറേഷൻ എന്ന് നമുക്ക് പറയാം, അത് ആസാദ്പൂർ മണ്ഡി എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു കൺസോർഷ്യമാണ് ഇവരുടെ ഇത്. ഈ കൺസോർഷ്യവും അതേപോലെ തന്നെ വാശിയിൽ ഉള്ള APMC എന്ന് പറയുന്ന ഈ കൺസോർഷ്യം, ഇവർ രണ്ടുമാണ് ഇത് മുഴുവനായിട്ട് പഴം പച്ചക്കറികൾ മുഴുവൻ അവിടുന്ന് തുർക്കിയിൽ നിന്ന് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നവർ. എന്നിട്ടാണ് ഈ പല സ്റ്റേറ്റുകളിലേക്കും പോകുന്നത്. ഈ 24 സ്റ്റേറ്റിലെ വ്യാപാരികളും ഈ കൺസോർഷ്യവും കൂടെ ഒരു തീരുമാനമെടുത്തു, യവന്മാരുടെ സാധനം ഇനി ഇവിടെ വേണ്ട, ഇവരുടെ ആപ്പിള് നമ്മൾ തിന്നുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഈ ആപ്പിള് നമുക്ക് ആവശ്യമില്ല. ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള ഒരു രാജ്യമാണ്, അതുപോലെ വെജിറ്റബിൾസ് ഒരുപാടുള്ളതാണ്. ഈ ഇറക്കുമതി ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല, തുർക്കിയിൽ നിന്ന് ഉള്ള ഇറക്കുമതി വേണ്ട. ഈ വ്യാപാരികളുണ്ടല്ലോ, അവർ നമ്മുടെ സഹോദരങ്ങൾ, അവർ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവർ നമ്മുടെ രാജ്യത്തിന്, മാതൃരാജ്യത്തിന് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നവന്മാരുടെ ഈ സാധനം ഇനി വേണ്ട, നമ്മുടെ പണവും വാങ്ങിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാനായിട്ട് ഡ്രോണുകൾ കൊടുത്തയക്കുക, അവന്മാർക്ക് ഇനി കച്ചവടം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു. ഇത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ഈ സാധനങ്ങൾ, ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ ഇറക്കുമതി എത്ര എന്നറിയാം, അതിൽ നിന്ന് മാത്രം വർഷം 1000 കോടി രൂപയാണ് തുർക്കിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 1000 കോടിയുടെ ഡ്രൈ ഫ്രൂട്ട്സാണ് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മളങ്ങ് നിർത്തി, ഇനി ഇത് വേണ്ട നമുക്ക്. അതേപോലെ ആപ്പിളോ, 33,000 കോടി രൂപയുടെ ആപ്പിള്, അതുപോലെ മാർബിൾ, ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തേക്ക് തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇനി വേണ്ട എന്ന് നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്തോടൊപ്പം നമ്മുടെ 24 സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അവരെ പ്രതിനിധീകരിക്കുന്ന വ്യാപാരികളും ഇത് വേണ്ട നോക്കുകയാണ്. അവർക്ക് ലാഭം ഉണ്ടായിരുന്നു, പക്ഷേ ആ ലാഭം അവർ വേണ്ടെന്ന് വെച്ചു, ആ ബിസിനസ് വേണ്ട എന്ന് തീരുമാനിച്ചു. അവർ തുർക്കിക്ക് നല്ല പണിയല്ലേ കൊടുത്തത് നമ്മുടെ ജനങ്ങൾ. ഇനി അതേപോലെ തന്നെ അവരുടെ ഈ തുണിത്തരങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെ 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 ഫേമസ് ആയിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു കൊമേഴ്സ് വഴി നടത്തുന്നത്. ആ കൊമേഴ്സിൽ നടത്തിക്കൊണ്ടിരുന്ന മിന്ത്ര എന്ന് പറയുന്ന കമ്പനി, അവരാണ് അവരുടെ ഗ്രാൻഡ്യൂൾ എന്ന് പറയുന്ന ഒരു വലിയ ലോകോത്തര ബ്രാൻഡാണ്. സ്ത്രീകൾക്കുള്ള മോഡേൺ, പാശ്ചാത്യ രീതിയിലുള്ള മോഡേൺ വസ്ത്രങ്ങളാണ്. ആ ഫാഷൻ വേൾഡിൽ അത് വേണ്ടെന്ന് വെച്ചു. അത് ഇറക്കുമതി ചെയ്യുന്നില്ല ഞങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു. അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ അതിപ്പോൾ അവൈലബിൾ അല്ല. അതേപോലെ തന്നെ റിലയൻസ് അജിയോ എന്ന് പറയുന്ന കമ്പനി, റിലയൻസിൻ്റെ ആണ്. അവർ അവിടുന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെന്ന് പറയുന്നത് കോട്ടോൺ, വൈക്കിക്കി, മാവി എന്ന് പറയുന്ന ബ്രാൻഡ്സാണ്. വലിയ ബ്രാൻഡ്സാണ് ഇതൊക്കെ കേട്ടോ. ഇത് മുഴുവൻ അവരും ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, നിർത്തി. അവർ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ ഈ സൈറ്റൊക്കെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നോ സ്റ്റോക്ക് എന്നാണ് ഈ സാധനങ്ങൾ കേട്ടോ. ഇതിൽ നിന്നൊക്കെ നഷ്ടം ആർക്കാ വരുന്നേ? തുർക്കിക്കാണ്. മനസ്സിലാക്കണം, എക്കണോമിക്കലി അവരെ നമ്മൾ അടിച്ച അടിയാണ് ഇതെന്ന് അവന്മാരെ മനസ്സിലാക്കണം. ചതിയന്മാർ അവർ ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തെ പണം വാങ്ങിക്കൊണ്ട് ഇനി നമ്മളെ ഉപദ്രവിക്കേണ്ട, ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടെടുത്ത എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കൊമേഴ്സ് വഴിയുള്ള നിർത്തിയ മിന്ത്രയ്ക്കും, അതുപോലെ തന്നെ റിലയൻസ് അജിയോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇതുപോലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ആരും നമ്മളെ ഇനി ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഒരു തവണയും കൂടെ ഒന്ന് ആലോചിക്കണം, യവന്മാരുടെ പണം നമുക്ക് വേണമെങ്കിൽ അവന്മാരെ ഉപദ്രവിക്കരുത് എന്ന്. ഇത്രയും മതി.